Welcome to Indus Talks. Today, let's practice some guideline based questions from Chapter 16 Diseases of the Perinatal Period. A newborn is diagnosed with facial palsy resulting from forceps delivery. What are the appropriate ICD-10-CM codes for this condition? ഇതിലെ ആൻസർ വരാം Z38.00 സിംഗിൾ ലൈവ് ബോൺ ഇൻഫാൻറ്റ് ഡെലിവേർഡ് വജൈനലി ഇൻ ഹോസ്പിറ്റൽ. അതായത് ഒരു ഇനീഷ്യൽ ബർത്ത് റെക്കോർഡ് ഓഫ് ന്യൂ ബോണിൻ്റെ കേസിൽ നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ട പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട കോഡാണ് Z38.00. അതായത് ആ ഒരു കുട്ടി വജൈനലി ആണോ സി സെക്ഷൻ വഴിയാണോ ഡെലിവേർഡ് ആയിട്ടുള്ളത്, അതോ ഇൻസൈഡ് ഹോസ്പിറ്റലാണോ ഔട്ട്സൈഡ് ഹോസ്പിറ്റലാണോ, ഇതറിയാൻ വേണ്ടിയിട്ടാണ് Z38 കാറ്റഗറി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ലൈവ് ബോൺസിന് മാത്രമുള്ള കോഡാണ്. സ്റ്റിൽ ബോൺസിന് നമ്മൾ ഈ ഒരു കോഡ് ഈ ഒരു കാറ്റഗറി യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കോഡ് Z38.00. രണ്ടാമതായിട്ട് വരാം P11.3, അതായത് ഫേഷ്യൽ പാൾസി ഓഫ് ന്യൂ ബോൺ. മൂന്നാമതായിട്ട് P03.2. എന്താണ് ഫേഷ്യൽ പാൾസിയുടെ കാരണം? ഫോർസെപ്സ് ഡെലിവറിയാണ്. അപ്പോൾ ഫോർസെപ്സ് ന്യൂബോൺ, അതായത് ന്യൂബോണിൻ്റെ അണ്ടറിൽ ഫോർസെപ്സ് നോക്കുമ്പോൾ നമുക്ക് P03.2 ആണ് കിട്ടുക. ഇത്രയും കോഡ്സ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരാം. എ ന്യൂബോൺ 8 days old is brought for evaluation of suspected congenital cardioceptal defect. The baby shows no signs and symptoms, and after diagnostic testing, the condition is ruled out. ഈ ഒരു ക്വസ്റ്റ്യനിൽ 8 days ഓൾഡ് ന്യൂബോൺ സസ്പെക്റ്റഡ് കൺജനീറ്റൽ കാർഡിയോസെപ്റ്റൽ ഡിഫക്റ്റിന് വേണ്ടിയിട്ട്, അതായത് ഒരു കൺജനീറ്റൽ കാർഡിയോസെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല സൈൻസ് ആൻഡ് സിംറ്റംസ് ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ. അപ്പോൾ ആഫ്റ്റർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് എന്താ മനസ്സിലായത്? ആ ഒരു കണ്ടീഷൻ അവിടെ ഇല്ല, അത് റൂൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു കേസിൽ ആൻസർ വരാം Z05.0, അതായത് ഒബ്സർവേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ന്യൂ ബോൺ ഫോർ സസ്പെക്റ്റഡ് കാർഡിയാക് കണ്ടീഷൻ റൂൾഡ് ഔട്ട്. അതായത് ആ ഒരു കണ്ടീഷൻ അവിടെ ഇല്ല, നിലനിൽക്കുന്നില്ല. ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്താണ്, അത് റൂൾഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേസിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? Z38.00 ആവശ്യമില്ല. കാരണം എന്താണ്, അത് നമ്മൾ യൂസ് ചെയ്യുക ഇനീഷ്യൽ ബർത്ത് റെക്കോർഡിലാണ്. ഇവിടെ എന്താണ്, 8 days ഓൾഡ് ന്യൂ ബോൺ ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരാം Z05.0. An infant was born prematurely at 29 weeks of gestation with a birth weight of 701 grams. On assessment, the physician documents that the infant is extremely premature. What are the codes in birth record? The delivery occurred inside of the hospital. ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രീമച്യൂർലി ആയിട്ടാണ് ബർത്ത് സംഭവിച്ചിട്ടുള്ളത്. അറ്റ് 29 weeks ഓഫ് ഗസ്റ്റേഷൻ. ബർത്ത് വെയിറ്റ് കൊടുത്തിട്ടുണ്ട് 701 grams. പിന്നെ ഡോക്ടറുടെ അസസ്മെന്റ് എന്താണ്, പ്രീമച്യൂർലി ആയിട്ടുള്ള, അതായത് എക്സ്ട്രീംലി പ്രീമച്യൂർലി ആയിട്ടുള്ള ബർത്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബർത്ത് റെക്കോർഡിലത്തെ കോഡാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം, Z38 കാറ്റഗറിയിൽ നിന്ന് കോഡ് കൊടുക്കണം. ഇവിടെ എന്താണ്, ഹോസ്പിറ്റലാണ് ബർത്ത് സംഭവിച്ചിട്ടുള്ളത്. വജൈനലി ആണോ സി സെക്ഷൻ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് എന്തെടുക്കണം, വജൈനൽ ബർത്ത് എടുക്കണം. അപ്പോൾ എന്ത് കോഡ് വരും, Z38.00 വരും. രണ്ടാമതായിട്ട് ഈ ഒരു പ്രീമച്യൂർലി ബർത്തിന്റെ കേസിൽ നമ്മൾക്ക് കൊടുക്കേണ്ട കോഡിന്റെ കാറ്റഗറി P07 ആണ്. അതിൽ വെയിറ്റിന്റെയും കൊടുക്കണം, അല്ലാതെ വീക്സ് ഓഫ് ഗസ്റ്റേഷന്റെയും കൊടുക്കണം. അപ്പോൾ വെയിറ്റിന്റെ വരെ എന്താണ്, ഇവിടെ 701 gram ആണ്. അതുകൊണ്ട് തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള P07.02 കൊടുക്കുക. അതായത് എക്സ്ട്രീംലി ലോ ബർത്ത് വെയിറ്റ് ഓഫ് ന്യൂ ബോൺ 500 to 749 grams. അതിനുശേഷം ഇവിടെ 29 weeks ആണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ P07.32, പ്രീ ടൈം ന്യൂ ബോൺ ഗസ്റ്റേഷണൽ ഏജ് 29 കംപ്ലീറ്റഡ് വീക്സ്. ആ ഒരു കോഡും കൊടുക്കുക. A 35-year-old patient with a birth weight of 659 grams is seen for evaluation of heart disease, which is the physician documents as a consequence of low birth weight due to preterm delivery. ഈ ക്വസ്റ്റ്യനിൽ 35-year-old ആയിട്ടുള്ള പേഷ്യൻ്റ് ആണ്. ആളുടെ ബർത്ത് വെയിറ്റ് 659 grams ആയിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ളത് ഹാർട്ട് ഡിസീസിൻ്റെ ഇവാലുവേഷന് വേണ്ടിയിട്ടാണ്. ഫിസിഷ്യൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് പ്രീ ടൈം ഡെലിവറി കാരണമായിട്ടുണ്ടായ വെയിറ്റിൻ്റെ കോൺസിക്വൻസ് ആയിട്ടാണ്. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ആദ്യം കോഡ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണോ അതാണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്,
ഹാർട്ട് ഡിസീസ് ആണ്. അത് മാത്രമല്ല ഈ ഒരു ഹാർട്ട് ഡിസീസ് ഒറിജിനേറ്റ് ചെയ്തത് എപ്പോഴാണ്? നിയോനാറ്റൽ പീരിയഡിലാണ്. നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, നിയോനാറ്റൽ പീരിയഡിൽ ഒറിജിനേറ്റ് ചെയ്ത കണ്ടീഷൻ പിന്നീട് അങ്ങോട്ട് നമ്മുടെ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പീ കോഡ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് എത്ര വയസ്സായാലും ആ ഒരു പീ കോഡ് യൂസ് ചെയ്യണം. ഒറിജിനേറ്റ് ചെയ്തത് നിയോനാറ്റൽ പീരിയഡിലാണെങ്കിൽ. ഇവിടെ എന്താണ് കണ്ടീഷൻ? ഹാർട്ട് ഡിസീസ് ആണ്, അതും ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് നിയോനാറ്റൽ പീരിയഡിലാണ്. അതുകൊണ്ട് അതിന്റെ കോഡായിട്ടുള്ള P29.89 അതർ കാർഡിയോവാസ്കുലർ ഡിസോർഡേഴ്സ് ഒറിജിനേറ്റിംഗ് ഇൻ ദ പെരിനാറ്റൽ പീരിയഡ്, അത് പ്രൈമറി ആയിട്ട് കോഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ പ്രീ ടേം ഡെലിവറി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ P07 കാറ്റഗറിന്ന് വെയിറ്റിന് കോഡ് ചെയ്യണം, വീക്സിന് കോഡ് ചെയ്യണം. വെയിറ്റ് ഇവിടെ ഏതാണ്? 659 ഗ്രാംസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള P07.02 ആ ഒരു കോഡ്. എക്സ്ട്രീംലി ലോ ബർത്ത് വെയിറ്റ് ന്യൂ ബോൺ 500 to 749 ഗ്രാംസ്, ആ ഒരു കോഡ് നമ്മൾ കൊടുത്തു. ഇനി അതിനുശേഷം ഇവിടെ വെയിറ്റ് അല്ല, വീക്സ് മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 37 വീക്സ്, അതിനും താഴെ ആയിട്ടുള്ള 37 വീക്സ് മുതൽ 28 വീക്സ് വരെ അതിൻ്റെ അണ്ടറിലുള്ള കോഡ് സെറ്റ് ആ ഒരു കാറ്റഗറി നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് എടുത്തിട്ട് അതിലെ P07.30, അതായത് പ്രീ ടേം ന്യൂ ബോൺ അൺസ്പെസിഫൈഡ് വീക്സ് ഓഫ് ഗസ്റ്റേഷൻ, അതിന് കോഡ് കൊടുക്കുക. ഹെർബ്സ് പാൾസി ഡ്യൂ ടു ബർത്ത് ഇഞ്ചുറി, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ബർത്ത് ഇഞ്ചുറിയോ കോംപ്ലിക്കേഷനോ മറ്റെന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് വരികയാണെങ്കിൽ ആദ്യം എന്താണോ കോംപ്ലിക്കേഷൻ അത് കോഡ് ചെയ്യുക. അതിനുശേഷം ആ ഒരു കോംപ്ലിക്കേഷന് കാരണമായിട്ടുള്ളത്, ആ ഒരു കോംപ്ലിക്കേഷൻ്റെ റീസൺ എന്താണോ അത് കോഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു കോമ്പിനേഷൻ കോഡ് കിട്ടുവാണെങ്കിൽ നമ്മൾ അതാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ എന്താണ്? എബ്സ് പാൾസി ഡ്യൂ ടു ബർത്ത് ഇഞ്ചുറി ആണ്. ഇവിടെ നമുക്ക് കോമ്പിനേഷൻ കോഡ് അവൈലബിൾ ആണ് P14.0, അതായത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ എബ്സ് പാരാലിസിസ് ഡ്യൂ ടു ബർത്ത് ഇഞ്ചുറി. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോഡ് യൂസ് ചെയ്യാം. A newborn 6 days old is brought to the hospital with sepsis caused by E. coli. What are the appropriate code? ഇവിടെ എന്താണ്? 6 days old ആയിട്ടുള്ള ന്യൂബോൺ ആണ്. ആ ന്യൂബോണിന് എന്തുണ്ട്? ഇപ്പോൾ സെപ്സിസ് വന്നിട്ടുണ്ട്, അതിന് കാരണം E. coli ആണ്. അപ്പോൾ സെപ്സിസ് ഓഫ് ന്യൂബോൺ അതിന്റെ കാറ്റഗറി വരുന്നത് P36 ആണ്. അപ്പോൾ എന്താണ്? ഇവിടെ സെപ്സിസിന്റെ കാരണമായിട്ടാണ് E. coli ആണ്. അതിന്റെ കോമ്പിനേഷൻ കോഡ് ഉണ്ട് P36.5 ആണ് വരിക. ഇനിയിപ്പോൾ അസോസിയേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഓർഗൻ ഡിസ്ഫങ്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കോഡ് ചെയ്യാം? R65.20, അതായത് സിവിയർ സെപ്സിസിന് കോഡ് ചെയ്യുക. അസോസിയേറ്റഡ് ആയിട്ടുള്ള ഓർഗൻ ഡിസ്ഫങ്ഷൻ എന്താണോ അതും കോഡ് ചെയ്യുക. പക്ഷെ ഇവിടെ എന്താണ്? ഓർഗൻ ഡിസ്ഫങ്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് കോഡ് ചെയ്യാം? ഈ ഒരു P36.5 മാത്രം കോഡ് ചെയ്താൽ മതി. Premature crack baby born in the hospital by C-section to a mother dependent on cocaine at 31 completed weeks of gestation with a birth weight of 1,247 grams. The newborn presents with the dehydration but did not show any signs of withdrawal. ക്രാക്ക് ബേബി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് മദറിന് കൊക്കെയിൻ യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ബേബിനെ ക്രാക്ക് ബേബി എന്ന് മെൻഷൻ ചെയ്യും. പിന്നെ ഇൻ ദ ഹോസ്പിറ്റൽ ബൈ സി സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 31 കംപ്ലീറ്റഡ് വീക്സ് ഓഫ് ഗസ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 37 വീക്സിനും താഴെയാണ്. അപ്പോൾ എന്താണ്? പ്രീമച്വർ ഡെലിവറി ആണ്. വെയിറ്റ് 1,247 ഗ്രാംസ് ആണ്. പേഷ്യൻറ്റിന്, അതായത് ഡ്യൂബോഡിന് ഇപ്പോൾ എന്തുണ്ട്? ഡീഹൈഡ്രേഷൻ ഉണ്ട്. അതുകൂടാതെ വിഡ്രോവൽ സൈൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? മദറിൻ്റെ കൊക്കെയിൻ യൂസ് ബേബിനെ എഫക്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ ഇൻ ദ ഹോസ്പിറ്റൽ ബൈ സി സെക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യൽ ബർത്ത് റെക്കോർഡാണ്. അതുകൊണ്ട് നമുക്ക് Z38.01 ആദ്യം കോഡ് ചെയ്യുക, പ്രൈമറി ആയിട്ട് കോഡ് ചെയ്യുക. അതിനുശേഷം പേഷ്യൻറ്റിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? കറണ്ട് എൻകൗണ്ടർ എന്താണ്? ഡീഹൈഡ്രേഷൻ ആണ്. അപ്പോൾ ഡീഹൈഡ്രേഷൻ ഓഫ് ന്യൂബോൺ P74.1 കോഡ് ചെയ്യുക. അതിനുശേഷം ന്യൂബോൺ എഫക്റ്റഡ് ബൈ മെറ്റേണൽ യൂസ് ഓഫ് കൊക്കെയിൻ, അതിൻ്റെ കോഡായിട്ടുള്ള P04.41 കോഡ് ചെയ്യുക. അതിനുശേഷം എന്ത് കോഡ് ചെയ്യണം? നമ്മൾ ഇവിടെ പ്രീമച്വർ ഡെലിവറി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെയിറ്റിനും കോഡ് ചെയ്യണം, വീക്സിനും കോഡ് ചെയ്യണം. വെയിറ്റ് എത്രയാണ്? 1,247 ഗ്രാംസ്. അപ്പോൾ P07.14 കോഡ് ചെയ്യുക. അതായത് അതർ ലോ ബർത്ത് വെയിറ്റ് ന്യൂ ബോൺ 1,000 to 1,249 ഗ്രാംസ്. അതുവരെയുള്ള ആ ഒരു കാറ്റഗറിയിൽ നിന്ന് P07.14 കോഡ് ചെയ്തു. അതിനുശേഷം P07.34
ഇവിടെ എത്രയാണ് വീക്സ് പറഞ്ഞിട്ടുള്ളത്? വീക്സ് 31 കംപ്ലീറ്റഡ് വീക്സ് ആണ്. അതുകൊണ്ട് തന്നെ പ്രീ ടൈം ന്യൂ ബോൺ ഗസ്റ്റേഷണൽ ഏജ് 31 കംപ്ലീറ്റഡ് വീക്സ്. ആ ഒരു കോഡും ചെയ്യാം. A newborn infant delivered in the hospital is diagnosed with COVID-19 infection. The physician documents that the newborn was COVID-19 positive in the womb. എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഒരു ന്യൂബോണിന് COVID-19 ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ ഫിസിഷ്യൻ എന്താണ് ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളത്? ആ ഒരു ന്യൂബോണിന് വോമ്പിന്റെ അകത്ത് തന്നെ വെച്ചിട്ട് COVID-19 പോസിറ്റീവ് ആയിരുന്നു. ഈ ഒരു കേസിൽ ആദ്യം ഇപ്പോൾ ഹോസ്പിറ്റലിന്റെ ഇൻസൈഡിലാണ് ഡെലിവറി നടന്നിട്ടുള്ളത്. ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് വജീനൽ ഡെലിവറി എടുക്കാം. അതുകൊണ്ട് Z38.00 പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുക. അതിനുശേഷം അതർ കൺജനീറ്റൽ വൈറൽ ഡിസീസിന്റെ കോഡ് P35.8 കോഡ് ചെയ്യുക. അതിനുശേഷം U0 7.1 അതായത് COVID-19 കോഡ് ചെയ്യാം. ഇനി എന്തെങ്കിലും അസോസിയേറ്റഡ് മാനിഫെസ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ നമുക്ക് U0 7.1 ശേഷം അഡീഷണൽ ആയിട്ട് ആ ഒരു മാനിഫെസ്റ്റേഷനും കൂടി യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മറ്റൊരു കണ്ടന്റുമായിട്ട് പരിചയപ്പെടാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.